Dear viewers, welcome to my new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസ് എന്നുള്ള സബ്ജക്റ്റിലെ ഗ്രാറ്റുവിറ്റി എന്നുള്ള ഒരു എക്സംപ്റ്റഡ് ഇൻകത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഗ്രാറ്റുവിറ്റി എന്ന് നോക്കാം. ഗ്രാറ്റുവിറ്റി ഈസ് എ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ ടു എൻ എംപ്ലോയി ഇൻ അപ്രീസിയേഷൻ ഓഫ് ദി പാസ്റ്റ് സർവീസസ് റെൻഡേർഡ് ബൈ ദ എംപ്ലോയി. Gratuity can be received by the employee himself at the time of retirement or the legal heirs on the event of death of the employee. അപ്പോൾ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഒരു എംപ്ലോയർ അദ്ദേഹത്തിൻ്റെ എംപ്ലോയിക്ക് കുറേ വർഷങ്ങളായി ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനായിട്ട് കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ഗ്രാറ്റുവിറ്റി ഒരു എംപ്ലോയിക്ക് അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം റിസീവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ഗ്രാറ്റുവിറ്റി നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡിലാണ് ചാർജ് ചെയ്യുന്നത്. ഇനി എംപ്ലോയിയുടെ മരണശേഷമാണ് ഗ്രാറ്റുവിറ്റി എംപ്ലോയർ പേ ചെയ്യുന്നതെങ്കിൽ അത് എംപ്ലോയിയുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ലീഗൽ ഹയേഴ്സ് ആണ് റിസീവ് ചെയ്യുന്നത്. അങ്ങനെ ലീഗൽ ഹയേഴ്സ് റിസീവ് ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി അവരുടെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ഹെഡിലാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. സോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഓൺ ഹിസ് റിട്ടയർമെൻറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം സാലറി, വെറാസ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ദ ലീഗൽ ഹയേഴ്സ് ഓഫ് ദ ഡിസീസ്ഡ് എംപ്ലോയി ഷാൾ ബി ടാക്സബിൾ അണ്ടർ ദ ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഗ്രാറ്റുവിറ്റിയെ നമ്മൾ ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് എംപ്ലോയിയുടെ മരണശേഷമാണെങ്കിൽ അത് ഫാമിലി മെമ്പേഴ്സ് റിസീവ് ചെയ്യും. അതുപോലെ എംപ്ലോയി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഗ്രാറ്റുവിറ്റി റിട്ടയർമെൻറ്റിന് ശേഷം എംപ്ലോയി റിസീവ് ചെയ്യുന്നു. അപ്പോൾ ഗ്രാറ്റുവിറ്റി പർപ്പസിന് വേണ്ടി, ഗ്രാറ്റുവിറ്റിയുടെ എക്സംഷൻ പർപ്പസിന് വേണ്ടി എംപ്ലോയീസിനെ നമ്മൾക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ആദ്യത്തേത് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. രണ്ടാമത്തേത് പ്രധാന കാറ്റഗറി നോൺ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. ആ നോൺ ഗവൺമെൻറ് എംപ്ലോയീസിനെ നമ്മൾ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, അതുപോലെ എംപ്ലോയീസ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അതിലാദ്യമായിട്ട് ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്. നമുക്ക് എങ്ങനെയാണ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഗ്രാറ്റുവിറ്റിയുടെ എക്സംഷൻ നോക്കാം. ഇവിടെ ഗവൺമെൻറ് എംപ്ലോയീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അതുപോലെ തന്നെ എംപ്ലോയീസ് ഓഫ് ലോക്കൽ അതോറിറ്റീസ്, ഇതൊക്കെയാണ് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. സോ എനി എമൗണ്ട് ഓഫ് ഡെത്ത് കം റിട്ടയർമെൻറ്റ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ഓൾ കാറ്റഗറീസ് ഓഫ് ഗവൺമെൻറ് എംപ്ലോയീസ് or employees of local authority is exempt from income tax in full. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയിലോ ഉള്ള ഗവൺമെൻറ് എംപ്ലോയീസ് റിസീവ് ചെയ്യുന്ന മുഴുവൻ ഗ്രാറ്റുവിറ്റിയും എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അതിന് ടാക്സ് കൊടുക്കേണ്ടതില്ല. ദെൻ ഒരു നോട്ട് കൂടി അവിടെ പറയുന്നു. അതായത് ഇഫ് എൻ എംപ്ലോയി ഗെറ്റ്സ് എ പ്രൈവറ്റ് ജോബ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഫ്രം ഗവൺമെൻറ് സർവീസ്, ദ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ് വിൽ ബി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. അതായത് ഒരു എംപ്ലോയി ഗവൺമെൻറ് ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തതിന് ശേഷം പ്രൈവറ്റ് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും നേരത്തെ ഗവൺമെൻറ്റിൽ നിന്നും റിസീവ് ചെയ്യുന്ന ആ ഗ്രാറ്റുവിറ്റിക്ക് എന്ത് ക്ലെയിം ചെയ്യാം? ഫുള്ളി എക്സംഷൻ ക്ലെയിം ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി ആയിട്ടുള്ള അതർ എംപ്ലോയീസിലേക്ക് പോകുന്നു. അതർ എംപ്ലോയീസിലെ ആദ്യത്തെ കാറ്റഗറി എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസിനും ഇത് ബാധകമാണ്. ദാറ്റ് ഈസ് ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലൈസ് ടു ദോസ് എംപ്ലോയീസ് ഹു ആർ വർക്കിംഗ് ഇൻ എനി എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഫാക്ടറി, മൈൻ, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, പോർട്ട്, റെയിൽവേസ് ഓർ ഷോപ്പ് എറ്റ്സെട്ര. അങ്ങനെ ഈ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ആപ്ലിക്കബിൾ ആണ്. സോ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് അപ്ലൈസ് ടു എ കൺസേൺ in which 10 or more employees are employed or were employed on any day of the preceding 12 months. അപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഷോപ്സ് ആൻഡ് കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, ഫാക്ടറി, മൈൻ, ഓയിൽ ഫീൽഡ്, പ്ലാന്റേഷൻ, റെയിൽവേസ്, ഈ മേഖലകളിലുള്ള തൊഴിലാളികൾക്കൊക്കെ ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ
വർഷത്തിൽ, അതായത് 12 മാസത്തിനുള്ളിൽ, കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ 10 അതിൽ കൂടുതലോ എംപ്ലോയീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നോ അല്ലെങ്കിൽ നേരത്തെ ജോലി ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഉള്ള എംപ്ലോയീസിന് ഈ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് ആപ്ലിക്കബിൾ ആണ്. then എന്താണ് ഇതിൻ്റെ എക്സംഷൻ നോക്കാം. സോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൾ ബി എക്സംപ്റ്റ്. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കേസിൽ ഗ്രാറ്റുവിറ്റിയുടെ എക്സംഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്ന 3 പോയിൻറ്റ്സിൽ ഏറ്റവും ചെറിയ വാല്യൂ ആണ്. ദാറ്റ് ഈസ് 15 days സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്, അല്ലെങ്കിൽ നമ്മളതിനെ മാക്സിമം ലിമിറ്റ് എന്നാണ് പറയുക. അപ്പോൾ 15 days സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ദാറ്റ് ഈസ് 20 lakh, ദെൻ ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ്. ഈ 3 എണ്ണത്തിൽ ഏറ്റവും ചെറിയ എമൗണ്ടിനാണ് നമ്മൾക്ക് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കേസിൽ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതൊരു സീസണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ, നമ്മുടെ കമ്പനി ഒരു സീസണൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ 15 days സാലറിക്ക് പകരമായിട്ട് 7 days സാലറിയാണ് നമ്മളവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈൽ കമ്പ്യൂട്ടിംഗ് ദ ഡ്യൂറേഷൻ ഓർ ലെങ്ത് ഓഫ് സർവീസ്, എനി ഫ്രാക്ഷൻ ഓഫ് ഇയർ എക്സീഡിങ് 6 months ഷാൾ ബി ട്രീറ്റഡ് ആസ് എ ഫുൾ ഇയർ, ആൻഡ് ഇഫ് ദ ഫ്രാക്ഷൻ ഈസ് ലെസ് ദാൻ 6 months ഇറ്റ് ഷാൾ ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ്. അതായത് ഒരു എംപ്ലോയിയുടെ ലെങ്ത് ഓഫ് സർവീസ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് സർവീസ് കാണുന്ന സമയത്ത് അതിൻ്റെ കേസിൽ മന്ത്സ് വന്നു കഴിഞ്ഞാൽ 6 മാസമോ അതിൽ കൂടുതലോ ഉള്ള പീരീഡാണ് ആ ഫ്രാക്ഷനെങ്കിൽ നമ്മളതിനൊരു ഫുൾ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ 20 വർഷവും 8 മാസവും ജോലി ചെയ്ത ഒരു തൊഴിലാളിയാണെങ്കിൽ നമ്മൾക്കതിനെ 21 വർഷമായിട്ട് കൺസിഡർ ചെയ്യാം. അതുപോലെ ഫ്രാക്ഷൻ 6 മാസത്തിൽ കുറവാണ് എങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ 20 വർഷവും 2 മാസവുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മളതിന് എത്രയായിട്ട് മാത്രമേ പരിഗണിക്കുള്ളൂ? 20 വർഷമായിട്ട് മാത്രമേ പരിഗണിക്കുള്ളൂ. ദെൻ ഫോർ ദ പർപ്പസ് ഓഫ് ഗ്രാറ്റുവിറ്റി എക്സംഷൻ, സാലറി ഇൻക്ലൂഡ്സ് ബേസിക് സാലറി, ഡിയർനെസ് പേ ആൻഡ് ഡിയർനെസ് അലവൻസ് വെദർ ഫോമിംഗ് പാർട്ട് ഓഫ് പേ ഓർ നോട്ട്. അപ്പോൾ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ഗ്രാറ്റുവിറ്റി എക്സംഷന് വേണ്ടി സാലറി കണ്ടുപിടിക്കുന്ന സമയത്ത് അതിനകത്ത് എന്ത് മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ? ബേസിക് സാലറി, അതുപോലെ ഡിയർനെസ് പേ, അതുപോലെ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണെങ്കിലും ഫോമിംഗ് പാർട്ട് ഓഫ് പേ അല്ലെങ്കിലും പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കേസിൽ നമുക്ക് സാലറിയിൽ ഇതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ദെൻ 15 days സാലറി കണ്ടുപിടിക്കാൻ വേണ്ടി മന്ത്ലി സാലറി ലാസ്റ്റ് ഡ്രോൺ ഇൻറ്റു 15/26. ഇപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനം റിസീവ് ചെയ്യുന്ന മന്ത്ലി സാലറി എത്രയാണോ ആ മന്ത്ലി സാലറി, മന്ത്ലി ബേസിക് സാലറി, അതുപോലെ DA ഫോമിംഗ് ഓർ നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് പേ, അതാണ് ഇവിടെ മന്ത്ലി സാലറി ലാസ്റ്റ് ഡ്രോൺ എന്ന് പറയുന്നത്. അത് ഇൻറ്റു 15/26 ആണ് ഇവിടുത്തെ 15 days സാലറി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കേസിൽ ഗ്രാറ്റുവിറ്റി എക്സംഷനാണ്. അപ്പോൾ അവിടെ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ 15 days സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആയിരിക്കും, രണ്ടാമത്തെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ടുള്ള 20 ലക്ഷമായിരിക്കും, മൂന്നാമത്തേത് ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ്. ഇതിലുള്ള ലീസ്റ്റ് വാല്യൂവിനാണ് നമ്മൾ എക്സംഷൻ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് നമ്മൾ പറഞ്ഞു. സീസണൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ 7 days സാലറി മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ, 15 days സാലറി കൺസിഡർ ചെയ്യേണ്ടതില്ല. അതുപോലെ ലെങ്ത് ഓഫ് സർവീസ് കാണുമ്പം 6 മാസമോ അതിൽ കൂടുതലോ ഉള്ള സർവീസിനെ ഒരു ഫുൾ ഇയർ ആയിട്ടും 6 മാസത്തിൽ കുറവുള്ള പീരീഡിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഗ്രാറ്റുവിറ്റി എക്സംഷന് വേണ്ടി സാലറി കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് ബേസിക് സാലറിയും ഡിയർനെസ് പേയും ഡിയർനെസ് അലവൻസും മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. 15 days സാലറി കാണാൻ മന്ത്ലി സാലറി ലാസ്റ്റ് ഡ്രോൺ ഇൻറ്റു 15/26. ഇനി നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി ഓഫ് എംപ്ലോയീസ് ആണ് എംപ്ലോയീസ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസുമല്ല, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്നുമില്ലാത്ത എംപ്ലോയീസിനെയാണ് നമ്മൾ എംപ്ലോയീസ് നോട്ട് കവേർഡ് ബൈ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ എക്സംപ്റ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് ഇനി പറയാൻ വേണ്ടി പോകുന്ന 3 പോയിൻറ്റ്സിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ തന്നെയാണ്. അതിലൊന്നാമത്തേത് ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, രണ്ടാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ₹20 lakh, മൂന്നാമത്തേത്
ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ്. ഇപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്ത എംപ്ലോയീസിൻ്റെ കേസിൽ ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ടുള്ള 20 ലക്ഷം, അതുമല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. ഇതിലുള്ള ലീസ്റ്റ് വാല്യൂവിനാണ് നമ്മൾക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വൈൽ കമ്പ്യൂട്ടിംഗ് ദ ലെങ്ത് ഓഫ് സർവീസ് എനി ഫ്രാക്ഷൻ ഓഫ് ഇയർ ഷാൾ ബി കംപ്ലീറ്റ്ലി ഇഗ്നോർഡ്. പൂർണ്ണമായിട്ടും ഫ്രാക്ഷൻ ഓഫ് ഇയേഴ്സിനെ ഇഗ്നോർ ചെയ്യാം. അതായത് 6 മാസമാണെങ്കിലും 6 മാസത്തിൽ കൂടുതലാണെങ്കിലും 6 മാസത്തിൽ കുറവാണെങ്കിലും ഫ്രാക്ഷൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയി 25 വർഷവും 2 മാസവുമാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ അതിന് 25 വർഷമായിട്ട് എടുക്കുന്നു. 25 വർഷവും 11 മാസവും സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഫ്രാക്ഷനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. ലെങ്ത് ഓഫ് സർവീസ് അവിടെ 25 വർഷം മാത്രമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആവറേജ് സാലറി ഹിയർ മീൻസ് ആവറേജ് ഓഫ് സാലറി ഓഫ് 10 months ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ മന്ത് ഓഫ് റിട്ടയർമെൻറ്റ് ഓർ ടെർമിനേഷൻ ഓഫ് സർവീസ്. അപ്പോൾ ഇവിടെ ആവറേജ് സാലറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിട്ടയർമെൻറ്റ് നടത്തുന്ന മാസത്തിന് തൊട്ട് മുൻപുള്ള 10 മാസം. ആ 10 മാസത്തെ ആവറേജ് സാലറിയാണ് നമ്മളിവിടെ ആവറേജ് സാലറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സാലറി ഹിയർ മീൻസ് ബേസിക് സാലറി, ഡിയർനെസ് പേ, ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആൻഡ് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടേൺ ഓവർ ഓൺലി. അപ്പോൾ ഈ കേസിൽ സാലറി കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് ബേസിക് സാലറിയും ഡിയർനെസ് പേയും ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് പേയും ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ ഓൺ സെയിൽസ് ടേൺ ഓവറും മാത്രമേ ഉൾപ്പെടുത്താൻ വേണ്ടി പാടുള്ളൂ. ഇതല്ലാതെയുള്ള ബാക്കി എല്ലാ അലവൻസസും പെർക്വിസിറ്റ്സും സാലറിയിൽ നിന്നും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ടേം എന്ന് പറയുന്നത്, അടുത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റ്, ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ ആണ്. അതായത് ഒരു എംപ്ലോയി തന്നെ ഒന്നിൽ കൂടുതൽ എംപ്ലോയേഴ്സിൻ്റെ കീഴിൽ സേവനമനുഷ്ഠിക്കുകയും അതുപോലെ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയും ചെയ്താൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. വെൻ ഗ്രാറ്റുവിറ്റി ഈസ് റിസീവ്ഡ് ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ ഇൻ ദ സെയിം പ്രീവിയസ് ഇയർ, ദി അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് എക്സംഷൻ ഷാൾ നോട്ട് എക്സീഡ് ദ maximum absolute limit of rupees 20 lakh. And where the employee has received gratuity in any earlier year from his former employer and receives gratuity from another employer in a later year, the maximum limit will be reduced by the amount of gratuity which has been exempted earlier. പ്രധാനപ്പെട്ട പോയിൻ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത്, ഒന്നിൽ കൂടുതൽ എംപ്ലോയേഴ്സിൽ നിന്നും ഒരു എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് മാക്സിമം അവിടെ കിട്ടുന്ന എക്സംഷൻ എന്ന് പറയുന്നത് മാക്സിമം ലിമിറ്റായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റായിട്ടുള്ള 20 ലക്ഷത്തിൽ കവിയാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു എംപ്ലോയറുടെ കീഴിൽ നിന്നും ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയറിൽ ഗ്രാറ്റുവിറ്റി എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുള്ള ഒരു എംപ്ലോയിക്ക് വീണ്ടും മറ്റൊരു എംപ്ലോയറിൽ നിന്നും നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ഇയറിൽ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾക്ക് ഈ എക്സംഷൻ കാണുന്ന സമയത്ത് 20 ലക്ഷം രൂപ മുഴുവനായിട്ടും സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം ആബ്സല്യൂട്ട് ലിമിറ്റ് കാണിക്കാൻ വേണ്ടി പറ്റില്ല. ആ 20 ലക്ഷത്തിൽ നിന്നും നേരത്തെ ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ള എക്സംഷൻ കുറച്ചതിന് ശേഷം ബാക്കി വരുന്ന തുക മാത്രമേ ഇനി സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇതാണ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ഫ്രം മോർ ദാൻ വൺ എംപ്ലോയർ വരുന്ന കേസിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഇനി നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കും ആൻസേഴ്സിലേക്കുമാണ് പോകുന്നത്. സോ ആ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ആഫ്റ്റർ സെർവിങ് ഫോർ 33 years and 9 months in Bharat Chemicals Limited, Mr. A, who is covered under the Payment of Gratuity Act, retired from service on 30th November 2020. The employer pays him a gratuity of rupees 9 lakh. His monthly basic salary at the time of retirement was rupees 30,000, DA rupees 9,000 and HRA rupees 4,500. You are required to determine the amount of gratuity taxable for the assessment year 2021-22.
അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ആഫ്റ്റർ സെർവിങ് ഫോർ 33 years and 9 months. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് സർവീസ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് സർവീസ് 33 വർഷവും 9 മാസവുമാണ്. ആൻഡ് അദ്ദേഹം ഭാരത് കെമിക്കൽസ് ലിമിറ്റഡിലാണ് ജോലി ചെയ്തിരുന്നത്. സോ അദ്ദേഹം ഒരു ഗവൺമെൻറ് എംപ്ലോയി അല്ല. മിസ്റ്റർ എ, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഹീസ് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ അദ്ദേഹത്തിന് PG ആക്ട് 1972 കവർ ചെയ്യുന്നൊരു എംപ്ലോയി ആണ്. അദ്ദേഹം 2020 നവംബർ മാസം 30 സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നത്. 33 വർഷവും 9 മാസവുമാണ് അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് സർവീസ്. അതുപോലെ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് എംപ്ലോയറുടെ കയ്യിൽ നിന്നും 9 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ടൈമിലുള്ള ബേസിക് സാലറി 30,000 രൂപയും ഡിയർനെസ് അലവൻസ്, അത് ഫോമിംഗ് ആണെങ്കിലും നോട്ട് ഫോമിംഗ് ആണെങ്കിലും പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ കേസിൽ നമ്മൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡിയർനെസ് അലവൻസ് നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണ് 9,000 രൂപ. അതുപോലെ ഹൗസ് റെൻ്റ് അലവൻസ് 4,500 രൂപ. HRA അതർ അലവൻസ് ആയതുകൊണ്ട് നമ്മുടെ ഈ എക്സംഷൻ പർപ്പസിന് വേണ്ടി സാലറിയിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഓഫ് മിസ്റ്റർ എ ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21 ആൻഡ് അസസ്മെൻറ്റ് ഇയർ 2021-22. സോ ആദ്യമായിട്ട് ഗ്രാറ്റുവിറ്റി റിസീറ്റ് ഒരു പർട്ടിക്കുലർ കോളവും ഒരു എമൗണ്ട് കോളമുള്ള ഒരു ഫോർമാറ്റ് വരച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. കുറച്ച് നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യുന്നത്. സോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9 lakh ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10. നമുക്കറിയാം പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയി ആണ്. സോ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ഏതൊക്കെയാണ്? 15 days സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് സർവീസ് 33 വർഷവും 9 മാസവുമായിരുന്നു. പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യുന്ന എംപ്ലോയി ആയതുകൊണ്ട് 6 മാസത്തിൽ കൂടുതൽ വരുന്ന സർവീസിനെ നമ്മളൊരു ഫുൾ ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയെങ്കിൽ 33 വർഷവും 9 മാസവും എന്ന് പറയുന്നത് 34 വർഷമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മന്ത്ലി സാലറി ലാസ്റ്റ് ഡ്രോൺ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം റിസീവ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ഡ്രോൺ മന്ത്ലി സാലറി 30,000 രൂപ ബേസിക് സാലറിയും അതുപോലെ തന്നെ 9,000 രൂപ ഡിയർനെസ് അലവൻസും. നമുക്കറിയാം 30,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ബേസിക് സാലറി എന്ന് ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുപോലെ ഡിയർനെസ് അലവൻസ് 9,000 രൂപ. അങ്ങനെ ആകെ 39,000 രൂപയാണ് ഗ്രാറ്റുവിറ്റി എക്സംഷന് വേണ്ടി നമ്മളിവിടെ സാലറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ 15 days സാലറി കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ 15/26 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 34 × 39,000 × 15/26 7,65,000. ദെൻ രണ്ടാമത്തെ ഐറ്റം മാക്സിമം ആബ്സല്യൂട്ട് ലിമിറ്റ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ആയിട്ടുള്ള 20 ലക്ഷം രൂപ. അതുപോലെ മൂന്നാമത്തേത് ആക്ച്വൽ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9 lakh. അപ്പോൾ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആയിട്ടുള്ള 9 lakhൽ നിന്നും നമ്മൾ ഇപ്പോൾ പറയുന്ന 3 വാല്യൂസിൽ ഏറ്റവും ചെറിയ വാല്യൂവിനെ എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇവിടെ നമുക്കറിയാം 7,65,000 15 days സാലറിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 lakh ആണ്. അതുപോലെ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9 lakh ആണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ ലീസ്റ്റ് വാല്യൂ 7,65,000 ആണ്. ആ 7,65,000 നമ്മൾ എക്സംഷനായിട്ട് ഔട്ടർ കോളത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. സോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9 lakhൽ നിന്നും ഗ്രാറ്റുവിറ്റി എക്സംഷൻ ആയിട്ടുള്ള 7,65,000 ഡിഡക്റ്റ് ചെയ്യുന്നു. സോ ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി 1,35,000 എന്ന് കിട്ടും. ഓക്കെ, സോ നമ്മളതിൻ്റെ വർക്കിംഗ് നോട്ടിനകത്ത് പോയിട്ട് ലെങ്ത് ഓഫ് സർവീസ് 33 വർഷവും 9 മാസവും എന്നുള്ളത് 34 വർഷമായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ മന്ത്ലി സാലറി ലാസ്റ്റ് ഡ്രോൺ ഈ പ്രസൻറ്റ് കേസിൽ നമുക്ക് ബേസിക് സാലറിയും ഡിയർനെസ് അലവൻസും മാത്രമേ ഉള്ളൂ. HRA നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല. സോ ബേസിക് സാലറി 30,000 ഡിയർനെസ് അലവൻസ് 9,000 കൂടി ആകെ 39,000 രൂപയായിരിക്കും നമ്മുടെ മന്ത്ലി സാലറി ലാസ്റ്റ് ഡ്രോൺ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ ബി who is not covered under the Payment of Gratuity Act 1972 receives a gratuity of rupees 11,64,000
when he retires on 23rd June 2020 after a service of 34 years and 9 months and 23 days. His last drawn emoluments are as follows: basic salary rupees 75,000 per month, dearness allowance rupees 15,000 per month, not as per terms of employment. Then servant allowance rupees 600 per month, that is fixed amount ആണ്. Then annual increment of basic salary rupees 3,000 per month falls due on 1st January every year. Compute the amount of gratuity taxable for the assessment year 2021-22. അപ്പോൾ നമ്മുടെ പ്രസൻറ്റ് ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ഒരു എംപ്ലോയി അദ്ദേഹത്തിന് പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിൽ കവർ ചെയ്യാത്ത ഒരു എംപ്ലോയി ആണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് 11,64,000 ആണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മന്ത് 23rd June 2020 ആണ്. റിട്ടയർ ചെയ്യുന്നതിന് മുൻപായിട്ട് അദ്ദേഹം 34 വർഷവും 9 മാസവും 23 ദിവസവും ജോലി ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മീൻസ് മന്ത്ലി ഇമോളിമെൻറ്റ്സും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇദ്ദേഹം മിസ്റ്റർ ബി എന്ന് പറയുന്ന ഈ എംപ്ലോയി പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്തൊരു എംപ്ലോയി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് സർവീസിൽ ഫ്രാക്ഷൻ ഓഫ് ഇയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് സർവീസ് 34 വർഷം മാത്രമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്ത എംപ്ലോയി ആയതുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്യുന്ന മന്തിനെ പ്രൊസീഡ് ചെയ്യുന്ന 10 മാസത്തെ ആവറേജ് സാലറിയാണ് കണ്ടുപിടിക്കേണ്ടത്. റിട്ടയർ ചെയ്യുന്നത് ജൂണിലായതുകൊണ്ട് അതിന് തൊട്ട് മുൻപുള്ള 10 മാസമെന്ന് പറയുന്നത് 2020 മെയ് വരെയുള്ള 10 മാസമാണ്. 2019 ഓഗസ്റ്റ് മുതൽ 2020 മെയ് മാസം വരെയുള്ള 10 മാസത്തെ ആവറേജ് സാലറിയാണ് നമ്മൾ ഈ കേസിൽ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ബേസിക് സാലറി 75,000 പെർ മന്ത് ആണെന്നും ഡിയർനെസ് അലവൻസ് 15,000 പെർ മന്തും അത് നോട്ട് ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ നോട്ട് ഫോമിംഗ് പാർട്ട് ഓഫ് പേ ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്ത എംപ്ലോയീസിൻ്റെ കേസിൽ ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് പേ മാത്രമേ നമ്മൾ എക്സംഷൻ പർപ്പസിന് വേണ്ടി സാലറിയിൽ ഉൾപ്പെടുത്തുള്ളൂ. ഈ കേസിൽ നോട്ട് ഫോമിംഗ് അല്ലെങ്കിൽ നോട്ട് ആസ് പെർ ടേംസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആയതുകൊണ്ട് ഡിയർനെസ് അലവൻസിനെ നമ്മൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുപോലെ സെർവൻ്റ് അലവൻസിനെയും നമ്മൾ സാലറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ദെൻ ആനുവൽ ഇൻക്രിമെൻറ്റ് 3,000 രൂപയാണെന്നും അത് എല്ലാ വർഷവും ജനുവരി മാസം മുതൽ ആപ്ലിക്കബിൾ ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2020 ജനുവരി 1-ാം തീയതി മുതലാണ് ബേസിക് സാലറി 75,000 രൂപയായിട്ട് അദ്ദേഹം റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസമാണ് അദ്ദേഹം 75,000 രൂപ റിസീവ് ചെയ്യുന്നത്. 2019 ഡിസംബർ മാസം വരെ അദ്ദേഹത്തിൻ്റെ സാലറി 72,000 രൂപയായിരിക്കും. കാരണം ജനുവരിയിൽ ഇൻക്രിമെൻറ്റ് വന്നപ്പോഴാണ് 3,000 രൂപ ഇൻക്രിമെൻറ്റ് വന്നപ്പോഴാണ് അത് 75,000 ആയത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം അദ്ദേഹം റിസീവ് ചെയ്തിട്ടുള്ള സാലറി 72,000 രൂപയായിരിക്കും. അപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആൻഡ് ഡിസംബർ 5 മാസം അദ്ദേഹം റിസീവ് ചെയ്തിട്ടുള്ളത് 72,000 രൂപയായിരിക്കും. അങ്ങനെ 10 മാസത്തെ ആവറേജ് സാലറിയാണ് നമ്മൾ ഈ കേസിൽ കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മളതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകുന്നു. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഓഫ് മിസ്റ്റർ ബി ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21 ആൻഡ് അസസ്മെൻറ്റ് ഇയർ 2021-22. സോ ഈ പ്രസൻറ്റ് കേസിൽ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് നമ്മൾക്കറിയാം 11,64,000 ആണ്. ലെസ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 10. ഇപ്പോൾ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്ത എംപ്ലോയി ആയതുകൊണ്ട് തന്നെ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സംപ്റ്റ്. ഏതൊക്കെയാണ്? ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റഡ് സർവീസ് 34 വർഷം മാത്രമാണ്. അതുപോലെ ആവറേജ് സാലറി 73,500 രൂപയാണ്. നമ്മളത് വർക്കിംഗ് നോട്ട് എഴുതിയിട്ട് കണ്ടുപിടിക്കുന്നു. സോ ആദ്യം നമുക്ക് വർക്കിംഗ് നോട്ടിലേക്ക് പോവാം. ലെങ്ത് ഓഫ് സർവീസ് 34 വർഷവും 9 മാസവും
അതുപോലെ 23 ദിവസവുമാണ്. നമ്മളതിനെ 34 വർഷമായിട്ട് റൗണ്ട് ഓഫ് ചെയ്യുന്നു. ദെൻ 10 മന്ത്സ് ടോട്ടൽ സാലറി, 10 മാസത്തെ ആവറേജ് സാലറി കാണുന്നതിന് വേണ്ടി ആദ്യം 10 മാസത്തെ സാലറി കാണുന്നു, ടോട്ടൽ സാലറി കണ്ടുപിടിക്കുന്നു. അതെന്തായിരിക്കും? ബേസിക് സാലറി മാത്രമേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഡിയർനെസ് അലവൻസ് നോട്ട് ഫോമിങ് പാർട്ട് ഓഫ് പേ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സോ ബേസിക് സാലറി ഓഫ് 10 മന്ത്സ് പ്രിസീഡിങ് ജൂൺ 2020, ജൂണിന് തൊട്ട് മുൻപുള്ള 10 മാസത്തെ ആവറേജ് സാലറി. ദാറ്റ് ഈസ് ജനുവരി 2020 മുതൽ മെയ് 2020 വരെയുള്ള 5 മാസവും ഓഗസ്റ്റ് 2019 മുതൽ ഡിസംബർ 2019 വരെയുള്ള 5 മാസവുമാണ് ഇവിടെ നമ്മളതിനു വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. സോ 75,000 രൂപ വെച്ച് 5 മാസവും 72,000 രൂപ വെച്ച് 5 മാസവുമാണ് നമ്മളവിടെ ബേസിക് സാലറി റിസീവ് ചെയ്യുന്നത്. സോ 75,000 വെച്ച് 5 മാസത്തേക്ക് 3,75,000-ഉം 72,000 വെച്ച് 5 മാസത്തേക്ക് 3,60,000 രൂപയും ആകെ 7,35,000 രൂപയാണ് അദ്ദേഹം കഴിഞ്ഞ 10 മാസം സാലറി ആയിട്ട് റിസീവ് ചെയ്തിട്ടുള്ളത്. സോ 10 മന്ത്സ് ആവറേജ് സാലറി കാണാൻ വേണ്ടി ഈ ടോട്ടൽ സാലറിയെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ 10 മന്ത്സ് ആവറേജ് സാലറി ഈസ് ഈക്വൽ ടു ₹73,500. ഇനി നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു പോകുന്നു. സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, ദാറ്റ് ഈസ് 34 ഇൻറ്റു 73,500 ഇൻറ്റു 1/2. ഹാഫ് മന്ത് സാലറി കാണാൻ വേണ്ടി 1/2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടും 12,49,500. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് നമുക്കറിയാം 20 ലക്ഷം രൂപയാണ് ഇവിടുത്തെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. ദെൻ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 11,64,000. അപ്പോൾ ഇതിലുള്ള ലീസ്റ്റ് വാല്യൂവിനാണ് നമ്മൾ എക്സംഷൻ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അറിയാം ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ആയിട്ടുള്ള 11,64,000 തന്നെയാണ് ഇവിടുത്തെ ലീസ്റ്റ് വാല്യൂ. സോ ആ എക്സംഷൻ എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. സോ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 11,64,000 ലെസ് എക്സംഷൻ 11,64,000. സോ ടാക്സബിൾ ഗ്രാറ്റുവിറ്റി വിൽ ബി നിൽ. ടാക്സബിൾ ഗ്രാറ്റുവിറ്റി നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ഈസ് എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനിലേക്കാണ് പോകുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ എംപ്ലോയേഴ്സിൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയിയുടെ ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഡോക്ടർ സി വാസ് വർക്കിംഗ് വിത്ത് 2 കമ്പനീസ് എ ആൻഡ് ബി. He retired from a company A in 2019 after serving 24 years. He received rupees 1,50,000 as death cum retirement gratuity, on which he got the full exemption. സോ സി എന്ന് പറയുന്ന ഒരു എംപ്ലോയി ഒരു ഡോക്ടറാണ്. അദ്ദേഹം എ കമ്പനിയിലും ബി കമ്പനിയിലും ജോലി ചെയ്യുന്നു. എ കമ്പനിയിൽ നിന്നും അദ്ദേഹം 2019 വർഷം റിട്ടയർ ചെയ്യുന്നു. 24 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് സർവീസ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന സമയത്ത് 2019 1.5 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റി ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്. ഓൺ വിച്ച് ഹി ഗോട്ട് ഫുൾ എക്സംഷൻ. ആ എൻറ്റയർ 1,50,000-നും 2019 അദ്ദേഹം എക്സംഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടാക്സേഷനും കാര്യങ്ങളൊക്കെ 2020 അസസ്മെൻറ്റ് ഇയറിൽ ഓൾറെഡി കഴിഞ്ഞതാണ്. ദെൻ ഹി ഓൾസോ റിട്ടയർഡ് ഫ്രം കമ്പനി ബി ഇൻ ജൂലൈ 2020. 2020 ജൂലൈയിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കമ്പനി ബിയിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. ആഫ്റ്റർ സെർവിങ് 42 ഇയേഴ്സ് ആൻഡ് 10 മന്ത്സ്. 42 വർഷവും 10 മാസവും സെർവ് ചെയ്തതിന് ശേഷം അദ്ദേഹം 2020 ജൂലൈ മാസം കമ്പനി ബിയിൽ നിന്നും റിട്ടയർ ചെയ്യുന്നു. ഹി റിസീവ്ഡ് rupees 9,75,000 ആസ് ഗ്രാറ്റുവിറ്റി. സോ നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2020-21 അദ്ദേഹം ബി കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ 9,75,000 രൂപ ഗ്രാറ്റുവിറ്റി ആയിട്ട് റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ ദ ആവറേജ് സാലറി ഫ്രം ദ കമ്പനി ഫോർ ദ ലാസ്റ്റ് 10 months immediately preceding the month in which he retired was rupees 45,000 per month. അതായത് 2020 ജൂലൈയിൽ റിട്ടയർ ചെയ്യുന്നതിന് മുൻപുള്ള 10 മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 45,000 രൂപ പെർ
മന്താണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതില്ല, ക്വസ്റ്റ്യനിൽ തന്നെ അത് തന്നിട്ടുണ്ട്. റിട്ടയർ ചെയ്യുന്ന മാസമായ ജൂലൈക്ക് മുൻപ് കഴിഞ്ഞ 10 മാസത്തെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 45,000 രൂപയാണ്. കമ്പ്യൂട്ട് ദ ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി ഫോർ ദി അസസ്മെൻറ്റ് ഇയർ 2021-22 അസ്യൂമിങ് ദാറ്റ് ഹീ ഈസ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. അപ്പോൾ നമ്മൾ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2020-21 ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എക്സംഷൻ, ഗ്രാറ്റുവിറ്റി എക്സംഷൻ കണ്ടുപിടിക്കേണ്ടത്, ടാക്സിബിൾ ഗ്രാറ്റുവിറ്റി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒന്നിൽ കൂടുതൽ എംപ്ലോയേഴ്സിൽ നിന്നും ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം എക്സംഷൻ ലിമിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 20 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ ഓൾറെഡി ഒരു ഫോമർ എംപ്ലോയറിൽ നിന്നും ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത ഒരു എംപ്ലോയി വീണ്ടും മറ്റൊരു എംപ്ലോയറിൽ നിന്നുകൂടി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുമ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിൽ നിന്നും ഓൾറെഡി ക്ലെയിം ചെയ്തിട്ടുള്ള എക്സംഷൻ ഡിഡക്റ്റ് ചെയ്യണമെന്നുള്ള കോൺസെപ്റ്റാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. സോ അതിൻ്റെ സൊല്യൂഷന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഗ്രാറ്റുവിറ്റി ഓഫ് മിസ്റ്റർ സി ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21 അസസ്മെൻറ്റ് ഇയർ 2021-22. സോ നമുക്കറിയാം ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9,70,75,000 രൂപയാണ്. കമ്പനി ബിയിൽ നിന്നും അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന 2020 അദ്ദേഹം റിസീവ് ചെയ്യുന്ന ഗ്രാറ്റുവിറ്റി 9,70,75,000 ആണ്. ലെസ് എക്സംഷൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ അദ്ദേഹത്തിന് എക്സംഷൻ ക്ലെയിം ചെയ്യുന്നു. ഒന്ന്, ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണ്. അപ്പോൾ എന്താണ് ഹാഫ് മന്ത്സ് ആവറേജ് സാലറി? നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് സർവീസ് 42 വർഷമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ 10 മാസത്തെ ആവറേജ് സാലറി 45,000 രൂപയാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. സോ 42 × 45,000 × 1/2 9,40,45,000 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് നമുക്കറിയാം 20 ലക്ഷം രൂപയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ്. പക്ഷേ അദ്ദേഹം ഒന്നിൽ കൂടുതൽ എംപ്ലോയറുടെ കീഴിൽ നിന്നും ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നു. 2019 കമ്പനി എയിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 1,50,000 രൂപ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തുവെന്നും അത് മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും അതിന് എക്സംഷൻ ക്ലെയിം ചെയ്തുവെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും എമൗണ്ട് ഓഫ് എക്സംഷൻ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിൽ നിന്നും കുറക്കേണ്ടതാണ്. സോ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷം മൈനസ് 1,50,000 18.5 ലക്ഷമായിട്ട് കുറയും. ദെൻ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9,70,75,000. സോ നമുക്കറിയാം ഇവിടുത്തെ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9,70,500 ആണ്. അതുപോലെ എക്സംഷൻ നമ്മൾ ഇനി പറയുന്ന 3 പോയിൻറ്റ്സിലെ ലീസ്റ്റ് വാല്യൂ ആണ്. സോ ഒന്ന് ഹാഫ് മന്ത്സ് ആവറേജ് സാലറി ആണ് ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്, അത് 9,40,500 എന്നും. അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് 1.5 ലക്ഷം രൂപ കുറവായിരിക്കും, കാരണം അത്രയും തുകയ്ക്ക് ഓൾറെഡി എക്സംഷൻ ക്ലെയിം ചെയ്തതാണ്, അത് 18,50,000. അതുപോലെ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9,70,75,000. സോ ലീസ്റ്റ് വാല്യൂ നമുക്കറിയാം 9,40,500 ആണ്. സോ ആ എക്സംഷൻ എമൗണ്ട് നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. സോ ഗ്രാറ്റുവിറ്റി റിസീവ് ഇവിടെ നമ്മുടെ ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് 9,70,75,000 നിന്നും എക്സംഷനായിട്ടുള്ള 9,40,500 കുറക്കുമ്പോൾ ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി നമുക്ക് എത്ര കിട്ടുന്നു? 30,000 രൂപയാണ് റിസീവ് ചെയ്യുന്നത്. സോ അതിൻ്റെ വർക്കിംഗ് നോട്ടിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ എഴുതാനുള്ളത് അദ്ദേഹത്തിൻ്റെ ലെങ്ത് ഓഫ് സർവീസ് 42 വർഷവും 10 മാസവുമാണ്. അത് 42 വർഷമായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നു. 42 വർഷമായിട്ട് നമ്മളതിനെ റൗണ്ട് ഓഫ് ചെയ്തെടുക്കുന്നു. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്